വെൽക്കം ബാക്ക് ടു മൈ അമ്പാടിക്കണ്ണൻ ആർമി ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കിവി ജ്യൂസ് ഉണ്ടാക്കിയാലോ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ആദ്യം തന്നെ കിവി ഫ്രൂട്ടിന്റെ കുറച്ച് ആരോഗ്യ ഗുണങ്ങളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. കിവി ഫ്രൂട്ട് ദഹനത്തെ സഹായിക്കുന്നു, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കും. ഇത് വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഇ, പൊട്ടാസ്യം, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമാണ്. ദഹനത്തെ സഹായിക്കുന്നു, ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്, ഉറക്കം മെച്ചപ്പെടുത്തുന്നതിന് വളരെ നല്ലതാണ് കേട്ടോ. ചർമ്മത്തിനും മുടിക്കും ഗുണം ചെയ്യും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു, ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും. ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ നമ്മുടെ കിവി ഫ്രൂട്ടിന് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കിവി ഫ്രൂട്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് നിറയെ കിവി ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ട്. ഇത് വാങ്ങി വെച്ചിട്ട് കുറേയായി, പച്ചയായിരുന്നു വാങ്ങിയിരുന്നത്. അപ്പൊ അതിങ്ങനെ പഴുത്ത് ഓരോന്നോരോന്ന് പഴുത്ത് വരുമ്പോൾ മക്കളൊക്കെ അത് ഓരോന്നോരോന്ന് എടുത്ത് അങ്ങനെ ദിവസം കഴിക്കുകയായിരുന്നു കേട്ടോ. ഒരെണ്ണം രണ്ടെണ്ണം ഓരോന്ന് വെച്ചിട്ട് അങ്ങനെ കഴിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് ഫ്രൂട്ട് എടുത്തിട്ട് വീഡിയോ ആക്കി എടുക്കാന്ന് വിചാരിച്ചു. ഇതിൽ പഴുത്ത കിവി മാത്രം എടുത്തിട്ട് നമുക്ക് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാൻ അതൊന്ന് മാറ്റിയെടുത്ത് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ച് ജ്യൂസ് അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിലേ മക്കൾ ഓരോന്നോരോന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും എടുത്ത് വീണ്ടും ക്ലീൻ ചെയ്ത് വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പൊ നമുക്കിനി ജ്യൂസ് ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാത്ത മക്കൾക്ക് ജ്യൂസ് ആക്കിയിട്ട് കൊടുത്താലും മതി കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് തണുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. ഇല്ല നമ്മൾ റൂം ടെമ്പറേച്ചർ മാത്രമേ ഉള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെയാണെങ്കിലും ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പഞ്ചസാര. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി വേണ്ടത് ഒരു 1/2 കപ്പ് പാല്. പാല് വേണ്ടാത്തവർക്ക് സാധാരണ വെള്ളം, പച്ചവെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താലും മതി. ഞാനിവിടെ ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ വളരെ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ കിവി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ കിവി ഫ്രൂട്ടിന്റെ ഗുണങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയും ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് കിവി ഫ്രൂട്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും കിവി ഫ്രൂട്ട് സഹായിക്കുന്നു. കിവിപ്പഴത്തിൽ വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഇ, ഫോളേറ്റ്, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ നിരവധി വിറ്റാമിനുകൾ, ധാതുക്കളും അടങ്ങിയിരിക്കുന്നു. ഇവ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹനത്തെ സഹായിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ചർമ്മത്തിന് ഗുണം ചെയ്യാനും സഹായിക്കുന്നു. കൂടാതെ കിവിയിൽ അടങ്ങിയിട്ടുള്ള നാരുകൾ മലബന്ധം പോലുള്ള ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് കിവി ജ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതും കിവി ഫ്രൂട്ടിന്റെ കുറച്ച് ആരോഗ്യ ഗുണങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ കിവി ജ്യൂസ് ഉണ്ടാക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ. ബൈ.